അല്ല പോലും യഗൗസുൽ അഅ്ളം എന്നല്ലാ വിളിച്ചോവർ. ഏറ്റവും മഹത്തായ സഹായമേ എന്ന് അള്ളന്നെ വിളിച്ച ആളാണ് എന്ന്. പടച്ചോനൊക്കെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോഴൊക്കെ ലൗഹുൽ മഹ്ഫൂദിന്റെ സംരക്ഷണം ആരുടെ കയ്യിലാണ്? ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. അതിലേക്ക് ആർക്കും കയറാൻ കഴിയില്ല, ആർക്കും തൊടാനും കഴിയില്ല, ആർക്കും തിരുത്താൻ കഴിയില്ല. കാരണം അതിന്റെ എല്ലാം ഉടമസ്ഥൻ, അതിന്റെ എല്ലാം സംരക്ഷണം അള്ളാഹുവിന്റെ അടുത്താണ്. എന്നാ മുഹീദ്ദീൻ ശൈഖ് എന്താ കാട്ടിയത്? സമസ്തക്കാരപ്പെടുത്ത് പഠിപ്പിച്ചതല്ലേ, പാടിയതല്ലേ. എന്താ ചെയ്തത്? ഒരാൾക്ക് കുട്ടിയില്ലാതെ വന്നപ്പോൾ അള്ളാഹുവിനോട് മൂപ്പര് ലൗഹുൽ മഹ്ഫൂദ് ഡയറക്റ്റ് നോക്കി സംസാരിക്കുന്ന ആളാണെന്ന് അവർ പറയുന്നത്. അങ്ങനെ അള്ളാഹുവിനോട് വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടിയെ കൊടുത്തേക്കാട്ടാന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു പറഞ്ഞു, ലൗഹിൽ അവർക്ക് കുട്ടിയില്ല എന്നാണ് ഞാൻ നേരത്തെ രേഖപ്പെടുത്തി വെച്ചത് എന്ന് പറഞ്ഞാൽ ലൈസ ലഹാ വലദുൻ, അവർക്ക് ലൗഹിൽ പിള്ളയൊന്നുമില്ല എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹ് പറഞ്ഞു. അപ്പോ അള്ളാഹുവിന് കൊടുക്കാൻ പറ്റൂലല്ലോ. എന്നാ മൂപ്പര് പറഞ്ഞാൽ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. എന്ത് ചെയ്യും? ആ സംഘർഷഭരിതമായ അവസ്ഥയിൽ അള്ളാഹു നിൽക്കുമ്പോ അതിനൊരു സൊല്യൂഷൻ ആരുണ്ടാക്കി? ശൈഖ് അവറുകൾ തന്നെ. തന്റെ തലപ്പാവെടുത്ത് ആകാശത്തേക്ക് ഒരൊറ്റയേർ. ആ തലപ്പാവിന്റെ അറ്റം നേരെ പോകുന്നത് ലൗഹുൽ മഹ്ഫൂദിലേക്ക്. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച ലൈസ ലഹാ വലദുൻ എന്നതിന്റെ മുമ്പിലെ ലൈസ് അങ്ങോട്ട് മായ്ച്ചൊളഞ്ഞു. എന്നിട്ട് തലപ്പാവ് അങ്ങോട്ട് വന്നു. പഠിച്ചവനോട് പറഞ്ഞു, ഇനി ഒന്ന് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിക്കാണി. അപ്പൊ നോക്കി, അപ്പം എന്താ ഉള്ളത്? ലഹാ വലദ്. എന്നാ കൊടുത്താളാ. മനസ്സിലല്ലേ? സമസ്തക്കാരപ്പെടുത്ത് പഠിപ്പിച്ചതല്ലേ, പാടിയതല്ലേ. ഇവയാള് പഠിച്ചോ അല്ലെങ്കിൽ പിന്നെ ആരോടോ പഠിച്ചോൻ? ഇതല്ലേ കേരളത്തിൽ ഇപ്പൊ മടവൂരിനെ കുറിച്ച് പറയുന്നത്? ഇത് 400 കൊല്ലം മുമ്പ് മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് നിങ്ങൾ മുഹീദ്ദീൻ മാലിൽ എഴുതി വെച്ചില്ലേ?